بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا മഹാനുഭാവന്റെ പാതകൾ പിൻപറ്റുകീലി ലോകമെങ്ങും ശാന്തി നിറഞ്ഞു വിളങ്ങിടും ലോകൈക ഗുരുവാകും മുഹമ്മദിന്റെ സത്യ ജീവിതം തന്നെയല്ലോ وما أرسلناك إلا رحمة للعالمين طلع البدر മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ. ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. നന്മകൾ പൂത്തുലഞ്ഞ വ്യക്തിത്വം, സ്നേഹനിധിയായ പിതാവ്, ഇഷ്ടത്തോഴനായ ഭർത്താവ്, പരോപകാരിയായ അയൽക്കാരൻ, ദയാലുവായ സാമൂഹ്യ സേവകൻ, കാരുണ്യവാനായ പടനായകൻ, നീതിനിഷ്ഠനായ ഭരണാധികാരി, ധർമ്മമെന്തെന്ന് പഠിപ്പിച്ച ദൈവദൂതൻ, അധർമ്മങ്ങളിൽ നിന്നകറ്റിയ അന്തിമ പ്രവാചകൻ. അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സ്നേഹസംവാദം മാസിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. കൂടുതൽ വിവരങ്ങൾക്ക് www.muhammadnabi.info www.snehsamvadam.com. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നിച്ച് ഓഫ് ട്രൂത്ത് അതിൻ്റെ മുഖപത്രമായ സ്നേഹസംവാദം മാസികയുടെ പേരിൽ സംഘടിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന പ്രമേയത്തെ അധികരിച്ച് നടത്തപ്പെടുന്ന ഏകദിന നബി പഠന ക്യാമ്പിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഓറിയൻ്റലിസ്റ്റുകളായ ചില ആളുകൾ പാശ്ചാത്യ നാടുകളിൽ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദ്യകരമായ രീതിയിൽ വിമർശിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത സമയത്ത് മലയാളക്കരയിലും ഇതിൻ്റെ ചുവട് പിടിച്ച് നബി നിന്ന ശ്രമങ്ങളും ഭത്സനങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ വികലമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുകയുണ്ടായി. ഈ സമയത്ത് ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതിന് പകരം മുസ്ലിം നാമധാരികളായ ചില ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലില്ലാത്ത വിധം വളരെ മോശകരമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും കേരളത്തിലെ പ്രബോധന രംഗം ഏറെ കാലുഷ്യം നിറഞ്ഞതാക്കി തീർക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് സ്നേഹസംവാദം മാസിക നബി ജീവിതത്തെ പരിചയപ്പെടുത്തുവാനും അദ്ദേഹം പ്രബോധനം ചെയ്ത ഇസ്ലാമിക ആദർശങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി
ആവിഷ്കരിച്ച പദ്ധതിയാണ് മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതൻ എന്ന പ്രബോധന പ്രചരണ പരിപാടി. 2011 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ സമാദരണീയനായ സാഹിത്യകാരൻ KP രാമനുണ്ണി www.muhammadnabi.info എന്ന വെബ്സൈറ്റ് പ്രകാശനത്തിലൂടെ പ്രോദ്ഘാടനം ചെയ്ത ഈ പ്രബോധന പ്രചരണ പരിപാടി ഈ പുതിയ ചില രൂപത്തിൽ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിപ്പോൾ. അതോടൊപ്പം 2011 ജൂൺ മാസം മുതൽ ഡിസംബർ വരെ സ്നേഹസംവാദം മാസിക പ്രസിദ്ധീകരിച്ച നബി ലേഖനങ്ങളെ ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിലുള്ള വിജയികൾക്കുള്ള സമ്മാനവും ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നാം നടത്തും ഇൻഷാ അല്ലാഹ്. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ആളുകളോട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു ഫയലുണ്ട്. അതിൽ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഫോം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം ആദ്യന്തം ശ്രവിക്കണമെന്നും ആ ഫീഡ്ബാക്ക് ഫോം പൂരിപ്പിച്ച് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കൗണ്ടറിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ സംക്ഷിപ്തമടങ്ങിയ നോട്ടുകളും ഡാറ്റ CD-യും മറ്റു പ്രത്യേക ഉപഹാരങ്ങളും അടങ്ങിയ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകുമെന്നും അറിയിക്കുകയാണ്. അതുകൂടി കൈപ്പറ്റിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ സദസ്സ് വിട്ടുപോകാവൂ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്ന ഒരു അമലാക്കി രേഖപ്പെടുത്തുമാറാകട്ടെ. ഈ പ്രോഗ്രാമിലേക്ക് വന്നുയർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള കഴിവ് നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യർക്ക് നന്മതിന്മകൾ വിവച്ഛേദിച്ച് പഠിപ്പിക്കുന്നതിനായി സൃഷ്ടാവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യത്യസ്ത കാലങ്ങളിൽ വിവിധ സമൂഹങ്ങളിലേക്ക് കടന്നുവന്ന് അവിടെയുള്ളവരെ ദൈവിക പാന്താവിലേക്ക് ക്ഷണിച്ച പ്രവാചകന്മാരുടെയെല്ലാം പിൻഗാമി. സമാധാന സംതൃപ്തമായ ഇഹലോക ജീവിതവും മരണാനന്തരം ദൈവകാരുണ്യത്തിൻ്റെ പൂർണ്ണ പ്രകാശനം നടക്കുന്ന ശാശ്വത സ്വർഗവും കരസ്ഥമാക്കാനാവശ്യമായ വിശ്വാസ കർമ്മ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് അവസാന നാളുവരെയുള്ള മനുഷ്യരെ പഠിപ്പിച്ച മാർഗദർശിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്? അദ്ദേഹത്തിൻ്റെ ദൗത്യമെന്തായിരുന്നു? അദ്ദേഹത്തെ അനുധാവനം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത എന്താണ്? എന്തുകൊണ്ട് മുഹമ്മദ് നബി? ആദിൽ ആത്തിഫ് വിശദീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസാ വ ഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ
വ്യത്യസ്ത ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ നബി പഠന ക്യാമ്പിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയം അവതരിപ്പിക്കുവാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വളരെയധികം സവിശേഷതകളുള്ള ജീവിയാണ് മനുഷ്യൻ. മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ കഴിവുകൾ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തിൽ മനുഷ്യനെ പരിചയപ്പെടുത്തിയത് ഖലീഫ എന്നാണ്. ഖലീഫ എന്ന പദത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വം ലഭിക്കപ്പെട്ടവർ എന്നാണ്. അഥവാ ചിന്തിക്കുവാനും വളരുവാനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ പ്രാപ്തി ലഭിക്കപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ചിന്താശക്തി ഉപയോഗിച്ചുകൊണ്ട് മുമ്പ് കാലങ്ങളിൽ ഒരിക്കലും എത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും മനുഷ്യ സമൂഹത്തിന് എത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ എത്രയെത്ര പുരോഗതിയിലേക്ക് മനുഷ്യർ കുതിച്ചുകൊണ്ടിരുന്നാലും മനുഷ്യ സമൂഹത്തിന് ചില പരിധികളും പരിമിതികളുമുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എത്ര ചിന്തിച്ചാലും മനുഷ്യർ എത്ര വളർന്നു പോയാലും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചില മേഖലകൾ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അഥവാ കാലഘട്ടങ്ങളിലൂടെ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച ചില സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ സാധ്യമല്ല എന്നും മനുഷ്യ സമൂഹം മുഴുവനും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പോലും അവരുടെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളെല്ലാം പലപ്പോഴായി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് എന്നത് വ്യത്യസ്ത സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ, സമൂഹത്തിൽ അസമത്വങ്ങൾ ഇല്ലാതിരിക്കുവാൻ, സമൂഹത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വന്ന രംഗപ്രവേശം ചെയ്ത കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസത്തിൻ്റെ പതനത്തിൽ നിന്ന് പോലും കമ്മ്യൂണിസം ജനങ്ങളെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഏതൊരാശയമാണോ അവർ ഉയർത്തിപ്പിടിച്ചത് ആ ആശയത്തിലേക്ക് എത്തുവാൻ പോലും കഴിയാതെ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ മനുഷ്യ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ രംഗപ്രവേശം ചെയ്ത പ്രത്യയ ശാസ്ത്രങ്ങളെ മുഴുവൻ പരിശോധിച്ചു നോക്കുക. അവയെല്ലാം അവയുടെ ആരംഭത്തിൽ തന്നെ, അതല്ലെങ്കിൽ അതിൻ്റെ ആരംഭത്തിന് ശേഷം വർഷങ്ങൾ കൊണ്ട് തന്നെ നാമാവശേഷമായ രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ നക്സലിസം നൂറുകണക്കിന് യുവാക്കളെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് കാരണം പണക്കാരൻ്റെ പത്തായപ്പുറയാണ് എന്ന് പറയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ അവസാനം അതല്ല ഈ ലോകത്തിൻ്റെ പ്രശ്നമെന്ന്
അതിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കിയ സമയത്ത് പോലും നമുക്ക് നൂറുകണക്കിന് യുവാക്കളെ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. ഞങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് പൊക്കിൽ കൊടി ഭേദിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത് സ്വതന്ത്രരായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ഭരിക്കുവാൻ ഏതെങ്കിലും ഭരണകൂടത്തിനോ ഭരണാധികാരികൾക്കോ സാധ്യമല്ല എന്നും ഞങ്ങൾക്കാവശ്യമായ നിയമങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് മാനവികവാദം എന്ന ഓമന പേരിട്ടുകൊണ്ടായിരുന്നു ഹ്യൂമനിസം രംഗപ്രവേശം ചെയ്തത്. അവസാനം ലണ്ടന്റെ തെരുവീതികളിലൂടെ ബ്രിട്ടൻ നിർത്തിവെച്ച സ്വവർഗരതിക്ക് വേണ്ടി അവർ പോരാടുകയും അതിൻ്റെ ഫലമായി എയ്ഡ്സിനെ പോലുള്ള മഹാമാരികൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു എന്നത് ചരിത്രം വിശദീകരിക്കുകയാണ്. അഥവാ മനുഷ്യർ എത്ര പുരോഗതിയിലേക്ക് പോയാലും മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തകൾക്കും പരിമിതികളുണ്ട് എന്നും അവർക്ക് യഥാർത്ഥത്തിലുള്ള മാർഗദർശനം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശത്തിലേക്ക് മടങ്ങി വരണം എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 87-ാം അധ്യായം സൂറത്തുൽ അഅലയിലെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം കാണിക്കുകയും ചെയ്ത അത്യുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ പ്രകീർത്തിച്ചു കൊള്ളുക എന്നാണ്. ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നും ആ സട്ടാവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെന്നും ഈ ലോകത്തിലെ ചെറുതും വലുതുമായ ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും അവയെ കേവലം സൃഷ്ടിക്കൽ മാത്രമല്ല അവയ്ക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്ന ഒരു നാഥൻ ഈ ലോകത്തിനുണ്ട് എന്ന് ഇസ്ലാം വിശദീകരിക്കുകയാണ്. സ്വാഭാവികമായും ആ നാഥനെ കുറിച്ച് അറിയണമെങ്കിൽ മനുഷ്യന്റെ ചിന്ത അവൻ ഉപയോഗിക്കണം. മനുഷ്യന്റെ കണ്ണുകൾ തുറക്കണം. അവന്റെ കാതുകൾ കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയണം. അങ്ങനെ കണ്ണുപയോഗിക്കുമ്പോൾ, കാതുപയോഗിക്കുമ്പോൾ, അവന്റെ ഹൃദയങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ലോകത്തിന്റെ നാഥനെ കുറിച്ച് അറിയാൻ സാധിക്കുമെന്നാണ്. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ വചനം, അല്ലാഹുവാണ് നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ. ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങൾ. എന്നാൽ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അവൻ നിങ്ങൾക്ക് കേൾവി ശക്തി നൽകി, അവൻ നിങ്ങൾക്ക് കാഴ്ചശക്തി നൽകി, അവൻ നിങ്ങൾക്ക് ഹൃദയം നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി. നിങ്ങളുടെ കണ്ണുപയോഗിച്ച് നിങ്ങൾ കാണാൻ സന്നദ്ധരായാൽ, നിങ്ങളുടെ കാതുകൾ ഉപയോഗിച്ച് നിങ്ങൾ കേൾക്കാൻ സന്നദ്ധരായാൽ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾ സന്നദ്ധരായി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവികൾക്ക് ലഭിച്ചിട്ടുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള മാർഗദർശനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ്. നാം തുറന്നു വെക്കുക, നമ്മുടെ കണ്ണുകൾ ഈ പ്രപഞ്ചത്തിന് നേരെ തുറന്നു വെക്കുക. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ആ ജീവികൾക്കെല്ലാം ആരാണ് മാർഗദർശനം നൽകിയത്? കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കപ്പെടുന്ന ബീവർ തന്റെ ഉളിപ്പല്ലുകൾ ഉപയോഗിച്ച് വനങ്ങളിൽ നിന്ന് വലിയ വലിയ മരത്തടികൾ മുറിച്ചെടുത്ത് സമുദ്രത്തിലൂടെ ഒഴുക്കിനനുകൂലമായി ഒഴുക്കിക്കൊണ്ടുവന്ന് തനിക്കാവശ്യമായ സ്ഥലമെത്തുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി അണക്കെട്ട് നിർമ്മിച്ച് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെളിയും ചുള്ളിക്കമ്പുകളും ചേർത്ത് വെച്ച് ചിരട്ട കമഴ്ത്തി വെച്ച ആകൃതിയിൽ കൂടുണ്ടാക്കുന്ന ബീവറിന്റെ കൂടിന്റെ സവിശേഷത ആധുനിക എയർ കണ്ടീഷനുകളെ പോലും വെല്ലുന്ന രൂപത്തിലുള്ള ഊഷ്മ ക്രമീകരണങ്ങളാണ് ബീവറിന്റെ കൂട്ടിനുള്ളതെങ്കിൽ ആരാണ് ബീവറിനെ കൂടുണ്ടാക്കാൻ പഠിപ്പിച്ചത്? ഷഡ്ഭുജാകൃതിയിൽ കൃത്യമായ കോണളവോടുകൂടെ തന്റെ ഇരുചിറകുകൾക്കിടയിലൂടെ നിർഗളിക്കുന്ന മെഴുകുപയോഗിച്ച് കൂടുണ്ടാക്കുന്ന തേനീച്ചയുടെ കൂട് നിർമ്മാണം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പ്രാണിശാസ്ത്രത്തിലെങ്കിൽ ആരാണ് തേനീച്ചയെ കൂടുണ്ടാക്കാൻ പഠിപ്പിച്ചത്? നമ്മുടെ കണ്ണ് നാം തുറന്നു വെക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ കഴിയുന്നു. ആരാണ് ഈ ജീവികൾക്കെല്ലാം
കൃത്യമായ മാർഗദർശനം നൽകിയത്. മനുഷ്യരെക്കാൾ സുന്ദരമായി ഘ്രാണശക്തിയുള്ള, മനുഷ്യർക്ക് മണത്തെടുക്കാൻ കഴിയാത്തത് മുഴുവനും മണത്തെടുക്കാൻ കഴിയുന്ന ഘ്രാണശക്തിയുള്ള ചെറിയ ചെറിയ ജീവികൾ നമുക്ക് ചുറ്റും ജീവിക്കുകയാണ്. ഈ ജീവികൾക്കൊക്കെ ആരാണ് മാർഗദർശനം നൽകിയത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ മറുപടി നൽകിയിട്ടുണ്ട്. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 50-ാമത്തെ വചനം, ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ മൂസാ നബി അലൈഹിസ്സലാമയോട് ആരാണ് മൂസേ നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നൽകിയ മറുപടി, ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്നാണ് മോശെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ചെറുതും വലുതുമായ ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും അവയ്ക്കാവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്ത ഈ ലോകത്തിന്റെ സട്ടാവ് തീർച്ചയായും ആ നാഥനാണ് മനുഷ്യ സമൂഹത്തിനും മാർഗദർശനം നൽകിയിട്ടുള്ളത്. പ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് നിയോഗിക്കുകയാണ്. മാർഗദർശനത്തിന്റെ ഭാഗമായി മനുഷ്യ സമൂഹത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ മനുഷ്യ സമൂഹത്തിലെ അവസാന വ്യക്തിക്ക് പോലും മാർഗദർശനം ലഭിക്കാൻ പ്രാപ്തമായ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുന്നു. ആ പ്രവാചകന്മാരുടെ മാർഗദർശനം, ആ മാർഗദർശനം തന്നെയാണ് ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, പടച്ചതമ്പുരാൻ കാണിച്ചു കൊടുത്ത ഹുദ, സന്മാർഗം. ആ സന്മാർഗമാണ് യഥാർത്ഥത്തിലുള്ള സന്മാർഗം. ആ സന്മാർഗം പിന്തുടരുന്ന ആളുകൾക്ക് ഒരിക്കലും വ്യസനിക്കേണ്ടതില്ല എന്നും ദുഃഖിക്കേണ്ടതില്ല എന്നും വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, എന്നിട്ട് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഫമൻ തബിഅ ഹുദായ, ആ സന്മാർഗത്തെ ആരാണോ പിന്തുടരുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അവർക്കൊരിക്കലും വ്യസനിക്കേണ്ടതില്ല. പടച്ചതമ്പുരാന്റെ സന്മാർഗം, ആ സന്മാർഗം പിന്തുടർന്ന് ജീവിക്കുവാൻ സന്നദ്ധരായവരാരാണോ അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ സന്മാർഗമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തിന് പകർന്നത്. പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചത്, മനുഷ്യ സമൂഹത്തെ വിളിച്ചത് ഈ സന്മാർഗത്തിലേക്ക് തന്നെയായിരുന്നു. മനുഷ്യരായിരുന്നു പ്രവാചകന്മാർ മുഴുവനും. ആളുകൾ പലപ്പോഴും പ്രവാചകന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പരിഹസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന, ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്ന, ഞങ്ങൾ കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുന്ന വ്യക്തികളാണോ പ്രവാചകന്മാർ? പ്രവാചകന്മാർ വല്ല മലക്കുകളുമായിക്കൂടെ എന്ന് പോലും പരിഹസിച്ചു കൊണ്ട് ചോദിച്ചിരുന്ന ആളുകൾ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്നാൽ മനുഷ്യ സമൂഹത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവികമായ ബോധനം ലഭിച്ചിരുന്ന വ്യക്തികൾ, ആ വ്യക്തികളെയാണ് പ്രവാചകന്മാർ എന്ന് സെമിറ്റിക് മതങ്ങൾ പരിചയപ്പെടുത്തിയതെങ്കിൽ ആ പ്രവാചകന്മാരെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യ സമൂഹത്തെ വിളിച്ചത് യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിലേക്ക് തന്നെയായിരുന്നു. ഈ ലോകത്തിലൊരു നാഥനുണ്ട് എന്നും ആ നാഥനെ അറിയണമെന്നും ആ നാഥനെ ആരാധിക്കണമെന്നും ആ നാഥനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ആ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നും വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ വചനം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, അതെ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് ദൈവികമായ ബോധനം നൽകിക്കൊണ്ടല്ലാതെ. എന്തായിരുന്നു ആ ബോധനം? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരാരാധ്യനില്ല, അതിനാൽ എന്നെ മാത്രം ആരാധിക്കണമെന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ ഈ ലോകത്തിലേക്ക് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്. ഓരോ പ്രവാചകന്മാരും ഈ ലോകത്തിന്റെ നാഥനെ മാത്രം അറിയണം, നാഥനെ മാത്രം ആരാധിക്കണം, അവരോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാത പിന്തുടരുകയും ഈ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ ആരൊക്കെയുണ്ടോ ആ പ്രവാചകന്മാരെ മുഴുവനും
അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം സമൂഹത്തിൽ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനത്തിലൂടെ ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. പ്രവാചകരെ പറയണം, താങ്കൾ പ്രഖ്യാപിക്കണം, ആമന്നാ ബില്ലാഹി, ഞങ്ങളിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിൽ മാത്രമാണോ, ഞങ്ങളുടെ പ്രവാചകനിൽ മാത്രം, ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണോ ഞങ്ങൾ? അല്ല. വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽ അസ്ബാത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക്, ഇസ്മായിൽ അലൈഹിസ്സലാമക്ക്, യഅഖൂബ് അലൈഹിസ്സലാമക്ക്, മൂസ അലൈഹിസ്സലാമക്ക്, യാക്കൂബ് അലൈഹിസ്സലാമയുടെ സന്തതികൾക്ക്, ഇങ്ങനെ ഇവർക്കൊക്കെ അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. അവരിൽ ഒരു പ്രവാചകനിലും ഞങ്ങളൊരു വ്യത്യാസം കൽപ്പിക്കുന്നില്ല. മുഹമ്മദ് നബി ഞങ്ങളുടെ പ്രവാചകൻ, ഈസാ നബി അവരുടെ പ്രവാചകൻ, മൂസാ നബി അവരുടെ പ്രവാചകൻ എന്നിങ്ങനെ ഓരോ പ്രവാചകന്മാർ ഇന്ന വ്യക്തികളുടേതാണെന്ന്, സമൂഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു വ്യത്യാസവും അവർക്കിടയിൽ കൽപ്പിക്കുന്നില്ല. മറിച്ച് എന്താണ് കൽപ്പിക്കാതിരിക്കാനുള്ള കാരണം? ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ട, ഈസാ നബി അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ട, ദാവൂദ് അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ട ഏതൊക്കെ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം ലഭിച്ചിട്ടുണ്ടോ ആ വേദഗ്രന്ഥങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ലോകത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആരുടെയും പിതാവല്ല, മറിച്ച് വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം റസൂലുള്ളയാണ്, അദ്ദേഹം പ്രവാചകനാണ്. വഖാതമൻ നബിയ്യീൻ, അതെ അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സമൂഹവും പ്രവാചകന്മാർ കടന്നു പോകാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു പ്രവാചകന്റെ, ഒരു താക്കീതുകാരന്റെ നിയോഗമില്ലാതെ ഉണ്ടായിട്ടല്ലാതെ ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള ജനങ്ങളിലേക്കുള്ള പ്രവാചകൻ തന്നെയാണ്. അഥവാ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഉദാഹരണത്തിലൂടെ ആ കാര്യം വിശദീകരിക്കുകയാണ്. ഒരാൾ, എൻ്റെ ഉദാഹരണം ഒരാളെ പോലെയാണ്. അയാൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരിഷ്ടികയുടെ സ്ഥാനം മാത്രം അയാൾ ബാക്കി വെക്കുകയാണ്. ആളുകൾ മുഴുവനും ആ വീട് ഇങ്ങനെ ചുറ്റി സന്ദർശിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അവർ ഓരോരുത്തരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ്. അവർ പറഞ്ഞു, ഈ ഒരു ഇഷ്ടികയുടെ സ്ഥാനം, ആ ഒരു ഇഷ്ടികയുടെ ഭാഗം കൂടി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅന ഹാദിഹിൽ ലബ്ന, ആ ഇഷ്ടിക ഞാനാണ്, അഥവാ ഞാനാണ് പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെങ്കിൽ ലോകാവസാനം വരെയുള്ള ജനങ്ങളിലേക്കുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ ആരോപണങ്ങൾക്കിടയിൽ നിന്ന് നിവർന്നു നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിചയപ്പെടുവാൻ
നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, ആ ദൗത്യത്തിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രവാചകത്വം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം പ്രവാചകത്വം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പല ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരുപാട് കാലം പ്രവാചകനാകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുമ്പോൾ തീർച്ചയായും ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നത്, അല്ലെങ്കിൽ പ്രവാചകത്വം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇഖ്റ, പ്രവാചകരെ മുഹമ്മദേ താങ്കൾ വായിക്കണമെന്ന് വായന അറിയാത്ത നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ വേണ്ടി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നായിരുന്നു. അങ്ങനെ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്ഷിതാവിന്റെ വിശേഷണങ്ങളെ വിശദീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ അതിനുശേഷം ഭയവിഹ്വലനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ ഭാര്യയോട് എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പേടിച്ചുകൊണ്ട് ഓടിപ്പോകുമ്പോൾ ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രവാചകത്വം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഇങ്ങനെ പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നില്ല. മറിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇതാ ഞാൻ ആഗ്രഹിച്ച സംഭവം നടന്നുപോയി എന്നായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച കാര്യം സംഭവിച്ചു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അതല്ല ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയവിഹ്വലനായി വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ പ്രവാചകനായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും മുൻ വേദങ്ങളിൽ നിന്ന് പകർത്തിയെഴുതിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് വാദിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത നിരക്ഷരനായ പ്രവാചകനായിരുന്നു എന്ന സത്യത്തെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ നിഷേധിക്കുകയായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഇതേപോലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവർക്കാർക്കും അങ്ങനെ പറയാൻ സാധിച്ചില്ല. ആ സമൂഹം മുഴുവനും അത് അംഗീകരിച്ചത് തന്നെയായിരുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനായിരുന്നുവെങ്കിൽ അദ്ദേഹം സംസാരിച്ചത് മുഴുവനും വഹിയിന്റെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, നിന്റെ രക്ഷിതാവിൽ നിന്ന് അവതരിക്കപ്പെട്ടതെന്തോ ആ അവതരിക്കപ്പെട്ട സന്ദേശത്തെ നീ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 144-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാൻ അറിയിച്ചിട്ടുള്ളത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നു, ദിവ്യബോധനം ലഭിക്കുന്നു. ആ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആളുകളോട് സംസാരിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ 3-4 വചനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അഭീഷ്ടമനുസരിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് വഹിയിന്റെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ്. ആ പ്രവാചകൻ എന്തെങ്കിലും തൻ്റെ വകയായി വല്ലതും കൂട്ടിച്ചേർത്തിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാന്റെ വചനങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത്, പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തൻ്റെ വകയായി വല്ലതും കൂട്ടുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ
ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. വിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായം സൂറത്തുൽ ഹാഖയിലൂടെ പടച്ചതമ്പുരാൻ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും വല്ലതും കെട്ടിച്ചമച്ച് പടച്ചതമ്പുരാന്റെ പേരിൽ പറഞ്ഞിരുന്നുവെങ്കിൽ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം വലതുകൊണ്ട് പിടിക്കുകയും സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ ജീവനാട് നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നീണ്ട ദിനരാത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെ എവിടെയും പടച്ചതമ്പുരാൻ അദ്ദേഹത്തെ ഈ രൂപത്തിൽ ശിക്ഷിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മുഴുവനും വഹീന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും മതപരമായ കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത് തീർച്ചയായും ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകായോഗ്യനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പരിശോധിച്ചു നോക്കുക. ഓരോ സെക്കൻഡുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നാം വായിക്കുവാൻ ശ്രമിക്കുക. ആ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിലും തീർച്ചയായും വ്യക്തമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, പകർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് വരുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകനായിട്ടാണ്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണെങ്കിൽ, നീതിയുടെ പ്രവാചകനാണെങ്കിൽ, ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകൻ കേവലം അറബികളിലെ ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്ക് വന്ന വ്യക്തിയായിരുന്നില്ല. മറിച്ച് ലോകാവസാനം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായതിനു ശേഷം ലോകാവസാനം വരെ ഈ ലോകത്ത് ആരെല്ലാം വരാനുണ്ടോ, ആരെല്ലാം വന്നിട്ടുണ്ടോ, ഇനി ജനിക്കാനിരിക്കുന്നുണ്ടോ, ആ ആളുകളിലേക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബയിലെ 28-ാമത്തെ വചനം. അതേ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് ലോകത്തിന് മുഴുവനും, ഈ ലോകത്തിലെ ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ്. അത് ലോകത്തിലെ മുഴുവൻ ആളുകളിലേക്കുമാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുസ്ലിങ്ങളിലേക്കുള്ള പ്രവാചകനല്ല, അല്ലെങ്കിൽ അറബികളിലേക്കുള്ള പ്രവാചകനല്ല, അല്ലെങ്കിൽ അനറബികളിലേക്കുള്ള പ്രവാചകനല്ല, വെളുത്തവരിലേക്കുള്ള പ്രവാചകനല്ല, അല്ലെങ്കിൽ കറുത്തവരിലേക്കുള്ള പ്രവാചകനല്ല. ദേശത്തിന്റെ, ഭാഷയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്കിൽ ആ പ്രവാചകനെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അടുത്തറിയേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഇവിടെ വിശദീകരിക്കുകയാണ്. ആ വിശദീകരണങ്ങളിൽ നിന്ന് തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, ജീവിതത്തിന്റെ സവിശേഷതകൾ നമുക്ക് ബോധ്യപ്പെടുമെന്നത് തീർച്ചയാണ്. പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സന്മാർഗവാഹകരായി അവർ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം.
എന്നിട്ട് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, എന്നിട്ട് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ് നിങ്ങളത് മടക്കേണ്ടത് എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അനുസരിക്കുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുവാൻ ആരാണോ ശ്രമിക്കുന്നത് അവർക്കാണ് സ്വർഗമുള്ളത് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഫഖീല യാ റസൂലല്ലാഹ് മൻ യഅബാ. അതെ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എൻ്റെ ഉമ്മത്തിലെ ഓരോരുത്തരും സ്വർഗത്തിൽ പോകും വിസമ്മതിച്ച ആളുകൾ ഒഴികെ. അപ്പൊ സഹാബികൾ ചോദിച്ചു, ആരാണ് പ്രവാചകരെ ഈ വിസമ്മതിച്ച ആളുകളെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് യഅബാ, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവർ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവരാണ് വിസമ്മതിച്ച ആളുകളെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ അനുസരിക്കുന്നതിലൂടെ സ്വർഗം ലഭിക്കുമെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് അബദ്ധമായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മലക്കായിരുന്നില്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവെന്നും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമായിരുന്നുവെന്നും അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ വചനം, ശ്രദ്ധേയമായ വചനം, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നത് വിശദീകരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു മനുഷ്യനായ പ്രവാചകനായിരുന്നു, അദ്ദേഹം മനുഷ്യനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോടായി പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, പ്രവാചകരെ താങ്കൾ പറയണം, ആളുകളെ താങ്കൾ പഠിപ്പിക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, എന്നാൽ എനിക്ക് ദിവ്യബോധനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, വഹി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിരുന്നുവെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ശ്രദ്ധേയനായ പ്രത്യേകതയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ ലോകത്തെ ക്ഷണിച്ചത് നന്മയിലേക്കാണ്. അദ്ദേഹം ഈ ലോകത്തിലേക്ക് വന്നത് പ്രകാശം പരത്തിക്കൊണ്ടാണ്. അദ്ദേഹം ആളുകളെ മുഴുവനും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നീതിയിലേക്കും ക്ഷണിക്കുകയും അങ്ങനെ ധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന, നീതിയിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ വരാനിരിക്കാനുണ്ട് എന്ന് മുൻകാല പ്രവാചകന്മാർ പോലും പ്രവചിച്ചിരുന്നതായി വിശുദ്ധ ഖുർആൻ 61-ാം അധ്യായം സൂറത്തു സഫിലെ 6-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അതെ, വമുബശ്ശിറൻ ബിറസൂലിൻ, ഞാനിതാ നിങ്ങൾക്ക് ഒരു റസൂലിനെ സംബന്ധിച്ച്, ഒരു ദൂതനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ആ ദൂതൻ എനിക്ക് ശേഷമാണ് വരാനിരിക്കുന്നത്. ആ ദൂതന്റെ, ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നാണ്. അഥവാ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, എൻ്റെ ശേഷം, എൻ്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങളിലേക്കൊരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകന്റെ പേര് അഹ്മദ് ആയിരിക്കുമെന്നും ഈസാ നബി അലൈഹിസ്സലാം യേശുക്രിസ്തു പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേ രൂപത്തിലുള്ള വചനങ്ങൾ തന്നെ ബൈബിൾ പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിലെ 12 മുതലുള്ള വചനങ്ങൾ നാം പരിശോധിച്ചു നോക്കുക. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള സുവിശേഷം അറിയിക്കുകയാണ്. ആ പ്രവാചകൻ
സ്വന്തമായി ഒന്നും സംസാരിക്കില്ല എന്നും ദൈവികമായ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പിതാവിൽ നിന്ന് കേട്ടത് മാത്രമേ അയാൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ഈസാ നബി അലൈഹിസ്സലാം യേശുക്രിസ്തു തൻ്റെ ജനങ്ങളോട് പഠിപ്പിക്കുന്നതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭീഷ്ടമനുസരിച്ച് സംസാരിക്കില്ല എന്നും ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം ആളുകളോട് സംസാരിച്ചിരുന്നത് എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനവും ചേർത്ത് വായിക്കുമ്പോൾ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അഹ്മദ് എന്ന പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെയാണ്. ഞാൻ മുഹമ്മദാണ് എന്നും ഞാൻ അഹ്മദാണ് എന്നും എനിക്ക് മാഹി എന്ന് പറയുന്ന പേരുണ്ട് എന്നും ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരു പേരാണ് അഹ്മദ് എങ്കിൽ ആ അഹ്മദ് എന്ന അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞകാല പ്രവാചകന്മാരെല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. ഭവിഷ്യൽ പുരാണത്തിൽ പോലും അങ്ങനെയുള്ള ഒരു പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നമുക്ക് കാണാൻ കഴിയുകയാണ്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതിക്യാത ശിഷ്യശാഖാ സമന്വിതം. അപ്പോൾ മഹാമതി എന്ന ഒരു വിദേശാചാര്യൻ ശിഷ്യഗണങ്ങളോടുകൂടെ പ്രത്യക്ഷപ്പെടുമെന്ന് വ്യാസമഹർഷിയുടെ വചനം പോലും വായിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. ആ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകൻ ലോകാവസാനം വരെയുള്ള ജനങ്ങളിലേക്കുള്ള പ്രവാചകനാണ് എന്ന സത്യം സുഹൃത്തുക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർ പ്രവാചകന്മാരാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവർക്ക് ദിവ്യബോധനങ്ങൾ ലഭിച്ചതുപോലെ തന്നെ ദൈവികമായ ദൃഷ്ടാന്തങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. മോശെ പ്രവാചകന് ലഭിച്ച ദൃഷ്ടാന്തം അത്ഭുതകരമായ ദൃഷ്ടാന്തം. മോശെ പ്രവാചകന്റെ കയ്യിലുള്ള വടി നിലത്തിട്ടാൽ പാമ്പായിരുന്നു. അതേ വടി കൊണ്ട് തന്നെ സമുദ്രത്തിൽ അടിച്ചപ്പോൾ ആ സമുദ്രം പിളർന്ന് സുന്ദരമായ വഴിയായി അതിൻ്റെ സമുദ്രത്തിന്റെ മധ്യത്തിൽ സുന്ദരമായ ഉണങ്ങിയ വഴിയുണ്ടായി എന്നാണ്. അതേ വടി കൊണ്ട് തന്നെ പാറയിലടിച്ചപ്പോൾ ആ പാറ പിളർന്ന് 12 അരുവികളായി എന്നത് ഇസ്ലാം വിശദീകരിക്കുന്നു. യേശുക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനനം തന്നെ അത്ഭുതകരമാണ്. ഒരു പുരുഷ സ്പർശമില്ലാതെയാണ് മാതാവ് മറിയം ബീവി അദ്ദേഹത്തെ പ്രസവിക്കുന്നത്. പ്രസവിക്കപ്പെട്ടതിന് ശേഷം മാതാവിന്റെ ചാരിത്രത്തിൽ സംശയിച്ചിരുന്ന ആളുകൾ മാതാവിനോട് വന്ന് ചോദിക്കുന്ന സമയത്ത് അവർ നേരെ തൊട്ടിലിലേക്ക് കൈ ചൂണ്ടുകയാണ്. തൊട്ടിലിലേക്ക് കൈ ചൂണ്ടുന്ന അവസരത്തിൽ തൊട്ടിലിൽ കിടന്ന ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കുന്നു. മാറാവ്യാധികൾ സുഖപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ നൽകിയിരുന്നു. മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുവാനുള്ള കഴിവ് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളെല്ലാം കാണിക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബഹുദൈവ വിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരത്ഭുതം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, വുളു ചെയ്യാൻ അംഗശുദ്ധി വരുത്തുവാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പാത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവെക്കുകയും ആ കൈകൾക്കിടയിലൂടെ നിർഗളിച്ച വെള്ളം 1500ഓളം പേർക്ക് കുടിക്കാനും അംഗശുദ്ധി വരുത്താനും പ്രാപ്തമായിരുന്നു എന്നത് സ്വഹീഹായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള ജനങ്ങളിലേക്കുള്ള പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച അത്ഭുതവും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് അത്ഭുതമായി മാറേണ്ടതുണ്ട്. ചന്ദ്രനെ പിളർത്തിയത് ഇനി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ നിർഗളിച്ച വെള്ളം ഇനി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ മോശെ പ്രവാചകന്റെ വടി നിലത്തിട്ട് പാമ്പായത് ഇനി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ യേശു തൊട്ടിൽ വെച്ച് സംസാരിച്ചത് ഇനി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ലഭിച്ച അത്ഭുതകരമായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഒരേ സമയം തന്നെ വേദഗ്രന്ഥവും അതേപോലെ